ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇപ്പോഴത്തെ ഒരു ചൂടിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഒരു ചെറിയ കഷ്ണം ബീറ്റ്റൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നമ്മളിതിൽ ആർട്ടിഫിഷ്യൽ കളർ ഒന്നും ചേർത്തിട്ടില്ല. പക്ഷെ കാണാനും നല്ല അടിപൊളിയാണ്, കുടിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നമുക്കൊരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു കഷ്ണം ബീറ്റ്റൂട്ടാണ്. ഓരോ ബീറ്റ്റൂട്ടിനും ഓരോ കളറായിരിക്കും. ഇപ്പോൾ കളർ കുറവുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണവും കൂടെ കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിരുന്നാൽ മതി. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മുറിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ, കുറച്ചുകൂടെ നല്ലത്. ഞാൻ അറിയാതെ ഇട്ടുപോയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അതിനധികം അങ്ങോട്ട് കളർ വരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചെറിയ 2 കഷ്ണവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ബീറ്റ്റൂട്ടിനനുസരിച്ചിരിക്കും. ഞാൻ മുമ്പ് ഉണ്ടാക്കിയപ്പം ഒറ്റ കഷ്ണം കൊണ്ട് തന്നെ നല്ല കളർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് വെച്ച് തിളപ്പിച്ചിരുന്നാൽ മതി. അപ്പോൾ നന്നായിട്ട് ഇത് പതയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്, നമുക്കങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇത് ഇപ്പോഴല്ല കേട്ടോ ബീറ്റ്റൂട്ടിൻ്റെ കളർ ഇറങ്ങി വരിക, കുറച്ചുകൂടെ കഴിയണം. തണുത്ത് അതിനകത്ത് തന്നെ ഇരിക്കുമ്പോഴത്തേക്കും ബീറ്റ്റൂട്ടിൻ്റെ കളർ മുഴുവനായിട്ട് അങ്ങ് ഇറങ്ങി വരും. അതുകൊണ്ട് ഇപ്പോൾ കളറില്ല എന്ന് വിചാരിച്ചിട്ട് പേടിക്കണ്ട. നമുക്കതവിടെ അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ കസ്കസ്, കറുത്ത കസ്കസ് ഇല്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 1/4 കപ്പൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 തരി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴത്തേക്ക് ഇതങ്ങ് നന്നായിട്ട് വീർത്ത് വരും. ഇത് ശരിക്കും പറഞ്ഞത് നല്ലതാട്ടോ. ഇതിപ്പം ഡയറ്റൊക്കെ ചെയ്യുന്നവരൊക്കെ കഴിക്കും. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടൊക്കെ കസ്കസ് വെള്ളത്തിലിട്ടിട്ട് കഴിക്കും രാവിലെയൊക്കെ. ശരീരത്തിലുള്ള നീരൊക്കെ വലിച്ചെടുക്കും. അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് തണുത്തിട്ടുണ്ട് കേട്ടോ. തണുത്തപ്പോഴത്തേക്കും കണ്ട അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. ബീറ്റ്റൂട്ട് അതിനകത്ത് തന്നെ ഇട്ട് വെച്ചേക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കളർ വരില്ല. ഒട്ടും കളർ ചേർക്കാണ്ട് തന്നെ ആ ഒരു വെള്ളത്തിന് ഈ ഒരു നല്ല കളർ വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക, ഇളക്കുമ്പോഴത്തേക്കും തന്നെ അത് അവിടെ ഇരുന്ന് അങ്ങ് കളറങ്ങ് ഇളകി വരും. നമുക്ക് ആ സിറപ്പിൽ നിന്ന് ബീറ്റ്റൂട്ടിൻ്റെ കഷ്ണങ്ങളങ്ങ് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സംഭവം കൂടെ ചേർത്ത് കൊടുക്കണം. റോസിൻ്റെ മിക്സാണ്. ഇപ്പോൾ നമ്മൾ മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് വാങ്ങിക്കില്ലേ, നമ്മുടെ സ്ട്രോബെറി മിക്സൊക്കെ, അതേപോലെ തന്നെ റോസ് മിക്സും കിട്ടും. ഏത് ബ്രാൻഡായാലും കുഴപ്പമൊന്നുമില്ല. അത് നമുക്കൊരു 5 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം. അത് മതി. അത് ഒഴിക്കുമ്പോഴത്തേക്ക് നല്ല മണം കേട്ടോ. ഞാനിത് ഇല്ലാന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ റോസ് വാട്ടറിനെ കഴിഞ്ഞും ടേസ്റ്റ് ഈ ഒരു മിക്സ് ചേർക്കുമ്പോഴാണ്. റോസ് വാട്ടറാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ എടുത്തിരുന്നാൽ മതിയാകും. ഇനി നമുക്കെല്ലാം കൂടെ സെറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ പണി. നമ്മുടെ ഗ്ലാസ്സിലേക്ക് കസ്കസ് നല്ല വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ, അത് ഇട്ട് കൊടുക്കാം. അപ്പം 2 ഗ്ലാസ്സിലായിട്ട് അത് മുഴുവനായിട്ട് അങ്ങ് ഇട്ടിട്ടുണ്ട്. ഇപ്പം ഈ ഒരു അളവിന് വേണ്ടിയിട്ടുള്ള കസ്കസ് തന്നെയുള്ളൂ അത്. ഇനി അതിലേക്ക് നമുക്ക് 2ലും ഈക്വലായിട്ട് ഈ സിറപ്പും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഐസ് വാട്ടർ, നല്ല തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ചിട്ടുണ്ട്. നല്ല കളർ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ 2 തരത്തിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്ത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ച് നമ്മൾ ഒരു ബൗളിലേക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ആ കസ്കസും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇനി അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അടുത്തതിലേക്ക് നമുക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം. ഏതായാലും കുഴപ്പമില്ല കേട്ടോ, 2നും 2 ടേസ്റ്റാണ്. വെള്ളമായാലും മതി. അപ്പോൾ സോഡ ഒഴിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് ഓടിക്കളിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു കസ്കസ്. കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉണ്ടാക്കിയ ഈ ക്വാണ്ടിറ്റി സിറപ്പിന് 1.5 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത് മൊത്തത്തിൽ. ഇത് അത്ര വലിയ ഗ്ലാസ്സല്ല, ചെറിയ ഗ്ലാസ്സാണ്. ഇത് 1/4 കപ്പ് വെള്ളമാണ് ആദ്യത്തെ ഗ്ലാസ്സിൽ ഒഴിച്ചത്. മറ്റേത് 1/4 കപ്പ് സോഡ. അപ്പം വെള്ളത്തിൻ്റെ അളവ് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഇപ്പം ഞാൻ കുറച്ച് സമയം ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് എന്നിട്ടും കണ്ട നമ്മുടെ സോഡ ഒഴിച്ച ഗ്ലാസ്സിലെ കസ്കസ് കുട്ടന്മാരൊക്കെ ഓടിക്കളിക്കുന്നുണ്ട് ഇപ്പോഴും. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം വെള്ളം ഒഴിച്ചതാട്ടോ ടേസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഒന്ന് കുടിച്ച് നോക്കാം. അടിപൊളി എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പണ്ടൊക്കെ റൂഅപ്സ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ആ ഒരു കസ്കസും കൂടെ കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇപ്പോഴത്തെ ഈ ചൂടിന് പറ്റിയ ഒരു ഡ്രിങ്കാണ്. ഇനി നമുക്ക് സോഡ ഒഴിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. സോഡ ഒഴിച്ചാണ് കുറച്ചും കൂടെ ഒരു പടി മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ നമുക്കിപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊന്നും സോഡ കഴിക്കാതിരിക്കുക നല്ലത്. സാധാരണ വെള്ളത്തിൽ തന്നെ എടുത്തിരുന്നാൽ മതി. നല്ല ടേസ്റ്റ് ആട്ടോ, 2ഉം നല്ല ടേസ്റ്റ് തന്നെയാണ്. KFCയിലൊക്കെ കിട്ടുന്ന ബ്ലൂ വാനിലയില്ലേ, അതിൻ്റെ റെസിപ്പി മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ടേസ്റ്റുള്ള ഒരു ബ്ലൂ വാനിലയുടെ റെസിപ്പിയാണ്. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇപ്പം നല്ല ചൂടല്ലേ, അപ്പോൾ ഈ ഒരു ചൂടത്ത് പറ്റിയൊരു റെസിപ്പി ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ.
പിന്നെ ഇതിൽ ബീറ്റ്റൂട്ട് ചേർത്തിട്ടുണ്ടെന്നൊന്നും പറയുകയില്ല കേട്ടോ, ബീറ്റ്റൂട്ടിൻ്റെ ഫ്ലേവറേ വരുന്നില്ല. പിന്നെ അത് മാത്രമല്ല നമ്മൾ കളറും ചേർത്തിട്ടില്ല. റോസ് വാട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിലും കളർ ചേർത്തിട്ടില്ലെങ്കിലും ഇതേ കളർ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം, പെട്ടെന്ന് കഴിയുമല്ലോ. ഇപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിറപ്പ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ആ സമയത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തങ്ങ് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.